നമസ്കാരം. ഇത് ഞാൻ എൻ്റെ കാമുകിൻ്റെ ചേച്ചിനെ കളിച്ച സംഭവം. ചില കുടുംബങ്ങളിൽ ഈ ലൈംഗിക ബന്ധങ്ങൾക്ക് വലിയ വിലക്കുകളില്ല. എനിക്ക് പല കുടുംബങ്ങളെ അറിയാം അങ്ങനത്തെ. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്, അതായത് എൻ്റെ കാമുകി, അവൾ എറണാകുളത്താണ് വർക്ക് ചെയ്യണത്. അവൾ കുറേ ദൂരെയുള്ളൊരു ജില്ലയിലുള്ള ആളാണ്. നല്ലൊരു ജോലിയാണ്, സാമാന്യം ഭേദപ്പെട്ട സ്റ്റാറ്റസുള്ള ജോലി, ഗവൺമെൻറ് സെക്ടറിൽ. ഇവളുടെ ചേച്ചി മുംബൈയിൽ സെറ്റിൽഡാണ്. ഭർത്താവിന് അവിടെ ബിസിനസ്സാണ്. ഈ പെണ്ണെന്ന് പറഞ്ഞാൽ എൻ്റെ കാമുകി അൺമാരീഡാണ്, വിവാഹം വേണ്ടാന്ന് തീരുമാനിച്ച ആളാണ്, ഫ്രീഡം ആഗ്രഹിക്കുന്ന ആളാണ്, യാത്രകൾ ആഗ്രഹിക്കുന്ന ആളാണ്, സെക്സ് ഇഷ്ടമുള്ള ആളാണ്. അത് നല്ല താല്പര്യം ഇഷ്ടമുള്ള ആരുമായിട്ടും എന്നുവെച്ച് പരക്കെ നടന്ന് കൊടുക്കുക അങ്ങനെയല്ല. ഒരു ആണിന് കിടന്ന് കൊടുക്കണമെങ്കിൽ അയാളുടെ ക്യാരക്ടർ, അയാളുടെ സൗന്ദര്യം, പിന്നെ പല ഘടകങ്ങളും നോക്കും. പിന്നെ വിശ്വസിക്കാൻ പറ്റിയ ആളാണ്, എന്നാലൊക്കെ കൊടുക്കുള്ളൂ, അല്ലാണ്ട് കൊടുക്കുകയൊന്നുമില്ല. സെക്സിനായിട്ട് നടക്കുന്ന ആളൊന്നുമല്ല. ഇപ്പം ചേച്ചി ഞാൻ പറഞ്ഞില്ലേ, മുംബൈയിൽ ഇവർ ഫാമിലി സെറ്റിൽഡാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ ചേച്ചി പ്രഗ്നൻ്റായിരിക്കണ സമയത്ത് ചേച്ചിയുടെ ഭർത്താവിന് ഇതില്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഇവള് കുറച്ച് ദിവസം അവിടെ താമസിക്കാൻ ചെന്നപ്പോൾ അയാളിവിടെ കളിച്ചിട്ടുണ്ട്. കളിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു ചെയിൻ സിസ്റ്റം പോലെ. ഈ വിവരം ഇവളെന്നോട് പറഞ്ഞിട്ടുണ്ട്, അതെനിക്കറിയും. അപ്പം ഞാൻ സംഭവത്തേക്ക് വരാം. അവർ എറണാകുളത്തേക്ക് വരുന്നുണ്ട് മുംബൈയിൽ നിന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് UK പോകേണ്ട വരും, വിസിറ്റിങ് ഒരു ചാൻസ് വന്നു. അപ്പോൾ അവൾക്ക് എറണാകുളം രവിപുരത്ത് ഇതിൻ്റെ എന്തോ ഒരു ഓഫീസുണ്ട്, അവിടെ പോകാനുണ്ട്. അപ്പോൾ ഈ മുംബൈയിൽ നിന്ന് ഇവർ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവർക്ക് ഇവിടെ പോകാനുള്ളത്. ഇവിടെ വിസേൻ്റെ എംബസി അല്ല, അത് വേറെ എന്തോ ഒരു ഓഫീസാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. അവിടെ ടൈം സ്ലോട്ട് കിട്ടിയത് ഒരു 11 മണിക്കാണ്. ആ ടൈമിന് അവിടെ ചെല്ലണം. അപ്പോൾ ഇവർ തലേ ദിവസം ഫ്ലൈറ്റിന് ചേച്ചി ഹസ്ബൻഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുംബൈയിൽ പോയിട്ടുണ്ട്. അപ്പം ഞാനും ഇവളുമായിട്ട് എല്ലാ റിലേഷനും അവർക്കറിയാം. കാരണം ഇവളൊരു ഫ്രീഡം ആഗ്രഹിക്കുന്ന ആളാണ്. ഞാനും കല്യാണം കഴിക്കാൻ പോകില്ല, പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിക്കണത് ഒക്കെ ചേച്ചീൻ്റെ ഭർത്താവിനും അറിയാം. അവരൊക്കെ കുറച്ച് ഉയർന്ന ചിന്താഗതിക്കാരാണ്. പിന്നെ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ വലിയൊരു താല്പര്യമില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ, അങ്ങനെ. അപ്പോൾ ഇയാൾ കളിച്ചിട്ടുണ്ടല്ലോ ഈ പെണ്ണിനെ. അപ്പോൾ 11 മണിക്ക് അവർക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ റൂം എടുത്തേക്കണത് ഹോട്ടൽ ക്രൗൺ പ്ലാസ, അത് മരട്ടിൽ, അത് 5 സ്റ്റാർ ഹോട്ടലാണ്. ഹോട്ടലിൽ റൂം എടുത്ത് ഇയാൾ ഞാനായിട്ട് പരിചയമുണ്ട്. അപ്പോൾ എന്നെ അയാൾക്ക് എന്തോ വലിയൊരു ഇഷ്ടമുണ്ട്. ഞാൻ ഫ്രീ മാനാണ്, എല്ലാം കൊണ്ടും എന്നെ അയാൾക്ക് പറ്റും. അങ്ങനെ രാത്രി ഞങ്ങൾ നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഡിന്നറ് സ്മോളൊക്കെ അടിച്ചിരുന്നു. കാരണം സ്റ്റാർ ഹോട്ടലല്ല, അപ്പോൾ അതിൻ്റേതായൊരു രീതിയിൽ ഇവർ ഭയങ്കര റിച്ചാണ്, ഇയാൾ ഭയങ്കര പണക്കാരനാണ്. എന്നിട്ട് അവരവരുടെ മുറിയിൽ പോയി ഞാനിവളും വേറെ സെപ്പറേറ്റ് 2 റൂമാണ് എടുത്തേക്കണം. യാതൊരു പ്രശ്നമില്ല, എൻജോയ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു സ്വഭാവം. ഇയാളെ കണ്ടാലൊരു ഹിന്ദി സിനിമ നടൻ്റെ ഒരു ലുക്ക്, മീശയൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ രാവിലെ ആയി ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഫ്രീ. ഞാൻ രാവിലെ ഇവിടുന്ന് 4 കൂടിയാണ് പോയത്. അവിടെ പോയിട്ട് കഴിച്ചു. ഒരു 10 മണിയായപ്പോൾ ഒരു പ്ലാൻ ഇട്ട എങ്ങനെയെന്ന് വെച്ചാൽ
ചേച്ചിയുടെ ഹസ്ബൻഡും ഇവളും പോവുക ഈ വിസേൻ്റെ കാര്യങ്ങൾ ശരിയാക്കാൻ. പോയി കഴിയുമ്പോൾ ഞങ്ങളിവിടെ ഹോട്ടലിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരു 10-10:30 അവർ പോയിട്ട് ഊബർ ബുക്ക് ചെയ്തതിൽ അവർ പോയി. കുറേ നേരം ഞങ്ങൾ ഈ ചേച്ചിയുടെ റൂമിൽ വെയിറ്റ് ചെയ്ത്. ഇപ്പം ഞാൻ ഇവരോട് ഇങ്ങനെ കൂടുതൽ ഫ്രീ ആയിട്ട് ഇടപഴകുമ്പോൾ അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരോട് ചോദിച്ചത് നമുക്കൊന്ന് ബാറിൽ പോയാലോ. ഏതായാലും പുറത്തിറങ്ങാൻ എനിക്ക് വലിയൊരു മൂഡില്ല. പിന്നെ എറണാകുളം സിറ്റിയിൽ ഇപ്പോൾ എന്താ ഇപ്പോൾ ഇതിനു വേണ്ടി കാണാനുള്ളത്. അപ്പോൾ അവരും പറഞ്ഞ് ഈ നഗരത്തിലെ തിരക്കുകൾ എനിക്ക് വലിയൊരു ഇഷ്ടമല്ല, ഞാൻ മുംബൈയിൽ ജീവിക്കണ ആളല്ലേ, അതിലും വലുതെന്താ ഇവിടെ കാണാൻ, അങ്ങനത്തെ ഒരു മൈൻഡാണ്. അങ്ങനെ ഞങ്ങൾ ബാറിൽ പോയി. ഭയങ്കര കോസ്റ്റ്ലിയാണ്. അവൾ വോഡ്ക കഴിച്ച്, ഞാൻ വിസ്കി കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തോളത്ത് കൈയിട്ടൊക്കെയാണ് ഇറങ്ങണത്. അപ്പോൾ ഇവളൊരു ട്രൗസർ ഇട്ടാണ്, വെറുമൂടൽ കാലുമേ പറ്റി പിടിച്ചിരിക്കണമല്ല, പോക്കറ്റൊക്കെ ഉള്ള റെഡിമെയ്ഡ് ട്രൗസർ, ഒരു ടീഷർട്ടും. ഇവർക്കൊരു 45-ന് മുകളിൽ പ്രായമുണ്ട്. പക്ഷേ ആ വേഷത്തിൽ നല്ല ലൂസ് ട്രൗസറൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ബാറിൽ ഹൈറ്റുള്ള ഇതുമേലാണ് ഇരുന്നത്, കൗണ്ടറിൽ തന്നെ, അല്ലാണ്ട് വേറെ ടേബിളിൻ്റെ അടുത്തൊന്നും പോയിരുന്നിട്ടില്ല. അവിടെ നിന്ന് നട്ട്സൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ചു. തിരിച്ചു വരുമ്പോൾ തോളത്ത് കൈയിട്ടൊക്കെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് പോലെയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഫ്ലോറിലേക്ക് പോകാൻ ലിഫ്റ്റിൽ കയറിയപ്പോൾ ഞാൻ ഇതിൻ്റെ തലയിലൊക്കെ ഇങ്ങനെ തലോടിയപ്പോൾ ഇവരെന്നോട് പറഞ്ഞ് ക്യാമറ ഉണ്ടാവും ഇതിലൊക്കെ. എൻ്റെ മനസ്സിലൊരു പൂത്തിരി കത്തി. ക്യാമറയാണ് പ്രശ്നം, ഞാൻ തുടർന്ന പ്രശ്നമല്ല. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് ഇറങ്ങി, ഞങ്ങളുടെ ഫ്ലോറിൽ ഇറങ്ങി. ഞാൻ ചോദിച്ച് ഏത് റൂമിലേക്കാണ് പോകേണ്ടത് ചോദിച്ചു. എവിടേക്കും പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ കാമുകിയും താമസിച്ച മുറിക്ക് കൊണ്ടുപോയി ഞാനും ഇവർ ബെഡിലിരുന്ന് ഞാനും ഇവരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞാനിവരെ കൊണ്ട് പറഞ്ഞേ, ഇവരെ ഞാനിങ്ങനെ പുകഴ്ത്തി, നിങ്ങളുടെ മുഖം കാണാൻ നല്ല ഭംഗിയാണ്, എന്താണെന്നറിയില്ല, ഒരു ഓമനത്തം കലർന്ന മുഖമാണ് നിങ്ങളുടെ പറഞ്ഞു. അപ്പോൾ അവർ ചിരിച്ച്. എന്നിട്ട് എന്നോട് പറഞ്ഞു 11 മണിക്കല്ല അവിടെ അപ്പോയിൻമെൻറ്റ്, അവരിന്ന് വൈകുന്നേരം ആയാലും വരില്ല പറഞ്ഞു. അതെന്താ ചോദിച്ചേ. അപ്പോൾ അവളും എൻ്റെ ഹസ്ബൻഡായിട്ട് വേറെ റിലേഷൻഷിപ്പൊക്കെ ഉണ്ട്. അവരുടെ കയ്യിൽ ബാഗ് എടുത്തത് കണ്ടോ. അവരിന്ന് ഈ പരിപാടി കഴിഞ്ഞിട്ട് എറണാകുളത്ത് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ മുറി കൊടുക്കും. രാത്രി കണ്ട അവർ വരില്ല. എനിക്ക് മനസ്സിലാവില്ല പറഞ്ഞു. കാരണം ഒന്നും അറിയാത്ത പൊട്ടനായി ഞാൻ. എനിക്കറിയാതെ ചില ഭർത്താവുകളെ കളിച്ചിട്ടുണ്ട്. അവർ എൻജോയ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും മുറി എടുത്തിട്ട് ഇവള് രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഉള്ളിലുള്ള രഹസ്യങ്ങൾ പുറത്ത് പറയാം. അവർ എൻജോയ് ചെയ്തിട്ടേ വരുള്ളൂ. എൻജോയ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പരിപാടി എടുക്കുക വെച്ച്. തീർച്ചയായിട്ടും എന്താ സംശയം ചോദിച്ചു. എന്നിട്ട് പറഞ്ഞ ചേച്ചിയുടെ ഭർത്താക്കന്മാർക്ക് ചില അവകാശങ്ങളുണ്ട് അനുജത്തിമാരുടെ അടുത്ത്. എന്നിട്ട് ഇവള് ഈ ചരിത്രം എന്നോട് പറയാം. ഞാൻ പ്രഗ്നൻ്റായിരിക്കുമ്പോൾ അവളായിട്ട് ബന്ധപ്പെടാൻ എൻ്റെ പെർമിഷനോടുകൂടി എൻ്റെ ഹസ്ബൻഡ് അവളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഫാമിലി അങ്ങനെ വിലക്കുകളില്ല ഇത്തരം ബന്ധങ്ങൾക്ക്. പിന്നെ പറഞ്ഞ് എൻ്റെ നേരെ മൂത്തൊരു ചേച്ചിയുണ്ട്, നിങ്ങളറിയില്ലേ, എൻ്റെ തറവാടിൻ്റെ അടുത്ത് തന്നെ താമസിക്കണത്. ആ ചേച്ചീൻ്റെ ഹസ്ബൻഡ്, ആ ചേച്ചി ഗർഭിണിയായിരിക്കുമ്പോൾ എന്നെ കളിച്ചിട്ടുണ്ട്. അതൊക്കെ രഹസ്യമായി തന്നെയാണ് ഇരിക്കണേ. ഇപ്പോഴും വീട്ടിൽ വേറെ ആരുമില്ല. അതും ചേച്ചിയുടെ പെർമിഷനിലാണ് ചെയ്തത്. വീട്ടിൽ ആരുമില്ല എങ്കിൽ ഇപ്പോഴും ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ചേട്ടൻ എന്നെ കളിക്കാറുണ്ട് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ കരുതണേ, എന്തൊരു നല്ല ഫാമിലി, എനിക്ക് നല്ല മാച്ചാകണ ആൾക്കാരാണല്ലോ. എന്നിട്ട് ഇവരെന്നോട് ചോദിക്കണേ, നിങ്ങൾക്കിതൊക്കെ കേട്ടിട്ട് മനസ്സിന് വിഷമമുണ്ടോ, നിങ്ങളുടെ ലവറല്ലേ? ഞാൻ പറഞ്ഞ ലവറല്ലേ, ഭാര്യയൊന്നുമല്ലല്ലോ. ഭാര്യയാണെങ്കിൽ കൂടി അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത്തരം ബന്ധങ്ങൾ ഞാൻ എതിർക്കൂല. മനുഷ്യന് ലൈഫ് ഒരിക്കലും ഉള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞു.
അടുത്ത് പോയിരുന്നു. ഞാൻ നേരെ അവരുടെ ലിപ്പ് ലോക്ക് ചെയ്ത് കെട്ടിപ്പിടിച്ച് നെഞ്ചിലൊക്കെ നല്ലോണം മൃദുവായിട്ട് മർദ്ദിക്കാൻ തുടങ്ങി. പിന്നെ ടീഷർട്ട് ഞാൻ തലയിൽ കൂടി ഊരിയെടുത്ത് ബാക്കിൽ കൂടി കൈയിട്ട് ബ്രായും ഹുക്കും വേറടിച്ച് അത് കിടത്തി. അങ്ങനെ സാധാരണ കിടക്കണ പോലെ അല്ല, ഇവർ കട്ടിൽ മേലെ ഇരിക്കുകയല്ലേ, കാല് നിലത്തേക്കിട്ട് ആ പൊസിഷനിൽ തന്നെ നിലത്തി കിടത്തി. ഞാൻ ഈ നിപ്പിൾസൊക്കെ നല്ലോണം കുടിക്കാൻ തുടങ്ങി. പിന്നെ ഇവരെ ട്രൗസർ ഞാൻ ഫ്രണ്ടിലെ ബട്ടൺ അഴിച്ചിട്ട് ഊരിയെടുത്തപ്പോൾ ഉണ്ട് ഇംഗ്ലീഷ് സിനിമയിലെ പെൺകുട്ടികളൊക്കെ ഇടൂലേ, 2 സൈഡിൽ സ്ട്രാപ്പ് മാത്രമുള്ള ഇങ്ങനെ ഈ പെണ്ണുങ്ങളുടെ സാധനം മാത്രം അറിയണ പോലത്തെ പുതിയ മോഡൽ ഷട്ടിയാണ്. ഞാനൊരു ചെയർ, നല്ല ചെയർ, കട്ടിയുള്ള ചെയറാണ്, വലിച്ചിട്ട് നീങ്ങല്ല, നല്ല അതിനെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഞാനവിടെ ഇരുന്ന്. എന്നിട്ട് ഷഡിയൊക്കെ ഞാൻ കുറച്ച് നേരം കണ്ട് മനസ്സിലാക്കി ഷഡി ഊരി. അപ്പോൾ അവരുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവർ കട്ടിലുമേൽ ഇരുന്ന പൊസിഷനിൽ തന്നെ ബാക്കിലേക്ക് കിടന്ന് നിൽക്കുക. ഞാൻ നേരെ കട്ടിലിന് മുമ്പ് തിരുനടയിൽ കൊണ്ടുവന്ന് കസേരയിട്ടു. എന്നിട്ട് ഞാനവിടെ ഇരുന്ന് തിന്നാൻ തുടങ്ങി. നല്ല വൃത്തിയുള്ള സംഭവം. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാനവരെ മഫലായിട്ട് പറയിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ കളി എന്നും സ്വീറ്റ് മെമ്മറി ആയിക്കണം. അഫലായിട്ട് കളിച്ചു കൊടുത്തു. അതിലവർ തട്ടിപ്പടയിലും അവർക്ക് 2-3 പ്രാവശ്യം പ്രതിമൂർച്ചയുണ്ടായി. അതേപോലെ ഞങ്ങൾ കിടന്നുറങ്ങി ഫുൾ നേക്കഡായിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റ് ഇവർ ഡ്രസ്സ് ചെയ്ത് എന്നോട് പറഞ്ഞ് ഓരോ ബഗ്ഗും കൂടി അടിക്കണം മതി. അവിടെ ചെന്ന് 2 കൂടി അടിച്ചവർ, ഞാനും അടിച്ച്. സ്വിമ്മിങ് പൂളിൽ പോയി, പൂളിലിറങ്ങി തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ പ്ലാൻ വേറെ. ഇവർ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞ് വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് എന്നോട് കട്ടിലുമേ കിടക്കാൻ പറഞ്ഞു. അപ്പം ശരീരമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ, പൂളിലിറങ്ങി ഒക്കെ വന്നതല്ലേ. എന്നാലും ബാത്റൂമിൽ വന്നിട്ട് ഞാൻ ഒന്നും കൂടി സോപ്പൊക്കെ ഉപയോഗിച്ച് കുളിക്കുകയും ചെയ്തു. ഇവരെന്നെ കട്ടിലുമേ കിടത്തി. ഞാൻ അവർക്ക് ചെയ്ത് കൊടുത്ത പോലെ അവർ ചുണ്ടുകൾ കൊണ്ട് എനിക്ക് ചെയ്തു തരാൻ തുടങ്ങി. എനിക്ക് സാധാരണ സ്ത്രീകൾ എൻ്റെ സാധനം വായിലെടുക്കണ ഒരു വലിയൊരു ഇഷ്ടമുള്ള ആളല്ല. പിന്നെ അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ എതിർക്കാനും പാടില്ല. ഇതിനു മുമ്പൊരു പെണ്ണ് എൻ്റെ ശുക്ലം കുടിച്ചിട്ടുണ്ട്. അതിന് ഇഷ്ടമുണ്ടായിട്ട് കുടിച്ചാൽ, അല്ലാണ്ട് പെണ്ണുങ്ങളുടെ വായിലൊന്നും അടിച്ചൊഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഈ പെണ്ണ് ഇത് വായ കൊണ്ട് ആക്കൽ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പം മതി, ഞാൻ കളിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, അടങ്ങി കിടക്കുക അവിടെ പറഞ്ഞു. ഇവർ വായ കൊണ്ട് ആക്കി അത് വരുത്തി അതവർ ഇറക്കി. എന്നിട്ട് അവരെന്നോട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പറയണേ, എൻ്റെ അനിയത്തി ഭാഗ്യമുള്ളവളാട്ടോ. അപ്പോൾ എന്താണ് കാര്യം ചോദിച്ചു. നിങ്ങൾക്ക് സ്ത്രീകളെ കൈകാര്യം ചെയ്യാൻ നല്ലോണം അറിയാം, നിങ്ങളോട് എനിക്ക് റെസ്പെക്റ്റാണ് തന്നത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് ഇങ്ങനെ ചെയ്തതും അത് ഞാൻ കുടിച്ചതും. പിന്നെ അതെൻ്റെ ശക്തി മരുന്നാണ്, ഞാനിടയ്ക്കത് കുടിക്കലുണ്ട്, എനിക്ക് അറപ്പൊന്നുമില്ല, അതാണ് എൻ്റെ ആരോഗ്യ രഹസ്യം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അനിയത്തി ഭാഗ്യമുള്ളവളാണെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു അവളെൻ്റെ മാത്രമല്ലല്ലോ, ഇപ്പം അവർ അവിടെ കട്ടിലുമേ കിടന്ന് പൊളച്ച് മറിയുണ്ടാവും. അതൊക്കെ എന്നാൽ സ്ഥിരമായിട്ട് നിങ്ങളെല്ലാം ഡ്രൈവ് ചെയ്തുകൊണ്ട് നിൽക്കണേ, നിങ്ങളിനി വേർപിരിയരുത് കേട്ടോ. ഇനി നിങ്ങൾ മരിക്കോളം റിലേഷൻ വേണം, എൻ്റെ ആഗ്രഹമാണത്. ഞാൻ പറഞ്ഞു ഞങ്ങളങ്ങനെ തന്നെ വിചാരിച്ചേക്കണേ, കല്യാണം കഴിക്കൂല, മറ്റു റിലേഷനൊന്നുമില്ല, പരിപാടി മാത്രമല്ല യാത്രകൾ, ഇഷ്ടംപോലെ യാത്രകൾ ഞങ്ങൾ പോകാറുണ്ട്. ആ പെണ്ണിൻ്റെ അടുത്ത് ചെന്നാലുണ്ടല്ലോ ഒരു മനസ്സിന് എന്തൊരു തണുപ്പാണെന്നറിയാം. അതേപോലെ ഇത് വെൽ എഡ്യൂക്കേറ്റഡാണ്, 2 MA. നിന്നെ പോലത്തെ ഒരു കൂതറിനെ അതിന് കിട്ടിയുള്ളത് ഞാൻ ഇടയ്ക്ക് അതിശയിക്കും.
പിന്നെ കലാ സാഹിത്യം ഈ പുസ്തകങ്ങളൊക്കെ സംബന്ധിച്ച് അത്ര വിവരമില്ലാത്ത ആളൊന്നുമല്ല ഞാൻ. അനവധി പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിനെ പറ്റി ഒരു ആധികാരികമായിട്ട് അഭിപ്രായം പറയാനൊക്കെ ഉള്ള കഴിവ് എനിക്കുണ്ട്. എന്തോ ഏതോ എങ്ങനെയോ ഇപ്പോഴും ആ റിലേഷൻ സുദൃഢമായിട്ട് തുടരുന്നുണ്ട്. പിന്നെ അങ്ങനെ അത്ര 5 സ്റ്റാറിലൊന്നും പോകാറില്ല. കാരണം പിന്നെ ഒന്നാമത്തെ ആ മെറിറ്റിലെത്തിപ്പെടണം, മെട്രോ പിടിച്ച് അങ്ങനെ പോകണം. പിന്നെ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു VIP ഇതല്ലേ, ടാക്സി വിളിച്ച് ഓട്ടോറിക്ഷയ്ക്ക് പോവാം, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പിന്നെ എന്താ ചെയ്യലെന്ന് അറിയോ, എറണാകുളം നോർത്തിൽ തന്നെ ഏതാ കോളിനോ അങ്ങനെ ഏതൊരു ഹോട്ടലുണ്ട്, അവിടെയൊക്കെ റൂം എടുക്കും. അല്ലെങ്കിൽ ക്രിസ്റ്റൽ പാലസ്, ഇവിടെ ബാറൊക്കെ അറ്റാച്ച്ഡാണ് ഈ നടുവിലെ അവിടെ. റൂം എടുത്തിട്ട് കളിയോ കളി. ഈ ചേച്ചി അടിക്കും വെള്ളം, അനിയത്തി അടിക്കും വെള്ളം, രണ്ടെണ്ണം അടിച്ചിട്ട് കളിക്കുക. ഈ അനിയത്തിന് തന്നെ വായിലെടുക്കാൻ എക്സ്പെർട്ടാണ്. എന്താ അറിയില്ല, എൻ്റെ സാധനം അതിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുടിച്ചിട്ടില്ല, ഞാൻ അയച്ചിട്ടില്ല ഇതുവരെ. ഇനി അടുത്ത വീഡിയോ നാളെ. നമസ്കാരം. അശ്ലീലം ഇച്ചിരി കൂടിപ്പോണ്ടോ എൻ്റെ വീഡിയോയിൽ നിന്നൊരു സംശയം. ആരും ഇത് കേട്ട് വഴി തെറ്റരുത്. ഞാൻ നടന്നു വന്ന വഴികളെ പറ്റിയാണ് ഞാൻ ഈ പറയണത്. വേറെ ആരും ഇത് പരീക്ഷിക്കരുത്. നമസ്കാരം.